നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്ത എന്നത് ആദ്യം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുന്നു എന്ന വാർത്ത. അതിനുശേഷം അവർ അതിനെ നിഷേധിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു, അത് വാർത്ത. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുന്നു. ഏറ്റവും ഒടുവിലായിട്ട് രാത്രി ആയപ്പോഴേക്കും അവർ ഇന്നലെ പറഞ്ഞത് നാളെ BJPയുടെ അംഗത്വം സ്വീകരിക്കും. ഇന്നിപ്പോൾ പറയുന്നു വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും BJPയുടെ അംഗത്വം സ്വീകരിക്കും എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ BJPക്കോ സംഘപരിവാർ അനുകൂലികൾക്കോ ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയൊന്നുമല്ല. കാരണം അവരിൽ പലർക്കും ഈ പത്മജ വേണുഗോപാൽ എന്ന വ്യക്തിയെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവർ കോൺഗ്രസിൽ നിന്ന സമയത്ത് കോൺഗ്രസിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവർ സംഘികളെ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സംഘികൾക്കെതിരെയുള്ള തരത്തിൽ ഒക്കെ അവർ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂട്ടി വിളിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ സംഘികൾ. പക്ഷേ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് സ്വന്തം സഹോദരന് തന്നെയാണ്. മുരളീധരന് വയനാട്ടിലെ സാധ്യതകൾ വരെ ഒരുപക്ഷെ മങ്ങലേറ്റേക്കാം. കാരണം ഇനി CPMകാർ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് ജയിപ്പിച്ച് വിട്ടിട്ട് എന്തിനാണ് ഇനി നാളെ BJPയിലേക്ക് പോയാലോ എന്ന തരത്തിൽ അവർ ചില നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനകം തന്നെ അവർ അത് തുടക്കമിട്ട് കഴിച്ചിട്ടുണ്ട്. കാരണം സഹോദരി BJPയിൽ ഇരിക്കുന്നു. കാരണം സഹോദരി വെറുതെ ഒരു സഹോദരി അല്ലല്ലോ, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് കരുണാകരൻ്റെ പ്രിയപുത്രിയാണ് ഈ പത്മജ വേണുഗോപാൽ. അപ്പോൾ പത്മജയുടെ സഹോദരനാണ് മുരളീധരൻ. അപ്പോൾ പത്മജ ഇന്ന് BJPയിലേക്ക് പോയെങ്കിൽ നാളെ മുരളീധരനും പോവില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും. അവർ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോരാത്തതിന് അവർക്ക് പിണറായി വിജയനേക്കാൾ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് മുരളീധരനെതിരെ അവിടെ നിൽക്കുന്നത് കെ ശൈലജയാണ്. അതിനാൽ തന്നെ അവർ ഇത് വലിയൊരു അവസരമായിട്ട് കണക്കാക്കും. യഥാർത്ഥത്തിൽ BJPക്ക് ഇതിൽ വലിയ സന്തോഷിക്കാനൊന്നും ഇല്ലെങ്കിലും വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് ഒരു ലോട്ടറി ആയിട്ട് ഇതിനെ കരുതുന്നത് CPM ആണ്. അവർ അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പ് മുരളീധരനായിരിക്കും. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അയാൾ ആ മണ്ഡലക്കാരനായി മാറും. കാരണം അനുഭവങ്ങളാണ് പുള്ളിയെ അത് പഠിപ്പിച്ചത്. തോറ്റു ജയിച്ച ആളാണ്. അതിനാൽ തന്നെ അങ്ങനെ ആദ്യം ജയത്തിൻ്റെ ഒരു മധുരം വട്ടിയൂർക്കാവിൽ നിന്ന് നുണഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് അടുത്ത 5 വർഷവും അവിടുത്തുകാരനായിട്ട് ജീവിച്ചു. അങ്ങനെയാണ് അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ തുടർന്ന് ജയിച്ചുകൊണ്ടിരുന്നതും. അപ്പോഴും അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ല അടിത്തറ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് തുടരെയായിട്ട് മുരളീധരൻ ജയിക്കാനുള്ള കാരണം മുരളീധരൻ്റെ ഈ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വടകരയിൽ നിന്ന് മത്സരിച്ചു ജയിച്ചു വടകരക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മുരളീധരൻ്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു പ്രതിസന്ധിയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു രീതിയിലും അതിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കളാണ്. എതിരാളികൾക്ക് കിട്ടിയ വടി തന്നെയാണ് യഥാർത്ഥത്തിൽ അത്. ഇപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിയുടെ മകൻ BJPയിലെത്തി, മറ്റൊരു മുഖ്യമന്ത്രിയായ കരുണാകരൻ്റെ മകളെത്തി. ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് കൂടെ ചാടുമോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ചോദിക്കും. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA ആണ്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം കൂടെ വന്നേക്കാം. കാരണം ആൻ്റണിയുടെ മകന് വരാമെങ്കിൽ പിന്നെ ചാണ്ടിയുടെ മകന് വരുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇവരെല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്മജയാവട്ടെ അനിൽ ആൻ്റണി ആവട്ടെ ഇവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നേതൃഗുണമുള്ള ഒരു രാജ്യം നയിക്കാനുള്ള നേതൃത്വ ഗുണം ഉള്ള 100% തികഞ്ഞ വ്യക്തിയാണ് നരേന്ദ്രമോദി. മോദിയുടെ ആളിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഞങ്ങൾക്ക് BJPയിലേക്ക് വരേണ്ടി വന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ അവഗണന കിട്ടിക്കൊണ്ടിരുന്നു. പരസ്പരം പാരവെക്കുകയും സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു പത്മജ വേണുഗോപാൽ. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന നിമിഷം ഇവർക്ക് BJPയിലേക്ക് അംഗത്വം കൊടുത്താലും ഇവർക്ക് ഏതെങ്കിലും സീറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടേക്ക് ചെന്ന ഉടനെ എനിക്ക് ഇന്ന സീറ്റ് വേണമെന്ന് അവകാശപ്പെടാനും പത്മജയ്ക്ക് ധാർമ്മികമായിട്ട് യാതൊരു അവകാശവുമില്ല. അവരെന്തെങ്കിലും കൊടുത്താൽ വാങ്ങാം എന്നല്ലാതെ സീറ്റിനായിട്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ചാലക്കുടിയാണോ അവർ ലക്ഷ്യം വെക്കുന്നത് അറിയില്ല. എങ്കിലും PC ജോർജിന് കിട്ടാത്ത ഒരു സംഗതി എന്തായാലും പത്മജയ്ക്ക് കൊടുക്കും എന്ന് കരുതാൻ വയ്യ. പിന്നെ മറ്റൊരർത്ഥത്തിൽ BJPക്ക് ഇതൊരു നേട്ടമാവുന്നത് പത്മജയെ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കുറഞ്ഞതൊരു 1000 പേരെങ്കിലും അത്രയെങ്കിലും കാണില്ലേ പത്മജയുടെ കൂടെ എന്നൊരു ചിന്തയായിരിക്കും BJP ക്യാമ്പിലുള്ളത്. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഗുണമാവുന്നെങ്കിൽ ഗുണമാവട്ടെ എന്നായിരിക്കാം അവർ കരുതിയിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും കൂട്ടിയാലും കുടിച്ചാലും ഹരിച്ചാലുമൊക്കെ നേട്ടം BJPക്കും ഏറ്റവും വലിയ കോട്ടം കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിലൊരു തിരിച്ചടി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ പോകുന്നത് സ്വന്തം സഹോദരനായിട്ടുള്ള മുരളീധരന് മാത്രമായിരിക്കും. ബാക്കിയൊക്കെ ഇതിനകത്തെ രാഷ്ട്രീയമാണ്.
രാഷ്ട്രീയത്തിൽ ശാശ്വതമായിട്ടുള്ള ശത്രുക്കളോ എപ്പോഴും സ്ഥായിയായിട്ടുള്ള ശത്രുതയോ എതിർ ക്യാമ്പോ ഒന്നുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, മറിയാം. ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും രണ്ടാവാം, മൂന്നാവാം, നാലാവാം, അങ്ങനെ പലതും ആവാം. അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും വലിയ അത്ഭുതമല്ല. പിന്നെ രാഷ്ട്രീയം എന്നത് തന്നെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്ത് രാഷ്ട്രത്തിന് നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, നന്നായിട്ട് നയിക്കുന്നു. നരേന്ദ്രമോദിയിൽ ആ ഗുണം അവർ കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ BJP-യിലേക്ക് വരുന്നു. അങ്ങനെ ഇനിയും ഒരുപാട് ആളുകൾ വന്നേക്കാം. അതിൽ അത്ഭുതപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.